നമസ്കാരം കൂട്ടുകാരെ. എന്നോട് ഡൗണിൽ വെൽഡിങ്ങിനും ഡോളി മിക്സ് വെൽഡിങ്ങിൻ്റെയും പ്രത്യേകത എന്താണ് ചേട്ടാ, ഇതെന്താണ് ഈ വെൽഡിങ്, എങ്ങനെയാണ് ഈ വെൽഡിങ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ട് വീഡിയോകൾ ചെറിയ വീഡിയോകൾ ഇട്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. നിങ്ങൾ ഡൗണിൽ വെൽഡിങ്ങോ ഡോളി മിക്സ് വെൽഡിങ്ങോ അറിയാവുന്നതോ കുറച്ച് അറിയാവുന്നതോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അറിയണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോവുക. ഇതൊരു 3 മിനിറ്റ് കൂടുതലുള്ളൊരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കണം. എങ്കിലാണ് ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ എനിക്ക് ഇടാനായിട്ടൊരു ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നതിനെക്കുറിച്ചിട്ട് ഈ ജോബിനെ കുറിച്ചിട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഡൗണിൽ വെൽഡിങ് കേട്ടോ. ഡൗണിൽ വെൽഡിങ്ങും ഡോളി മിക്സ് വെൽഡിങ്ങിൻ്റെയും പ്രത്യേകത എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ഡൗണിൽ വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള്, അതായത് റൂട്ട് പാസ് തൊട്ട് അവസാനം വരെ ക്യാപ്പിംഗ് വരെ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് അടിക്കുന്നതിനാണ് ഡൗണിൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഡോളി മിക്സ് വെൽഡിംഗ് എന്ന് പറയുന്നതിൻ്റെ റൂട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് അടിക്കും. ബാക്കിയുള്ള എല്ലാ പാസുകളും നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് അടിച്ച് ഫിനിഷ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡോളി മിക്സ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഡോളി മിക്സ് വെൽഡിങ്ങും ഡൗണിൽ വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റൂട്ട് പാസിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഡോളി മിക്സ് വെൽഡിങ് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡൗണിൽ വെൽഡിങ്ങൊക്കെ പൈപ്പ് ഡയറക്റ്റ് അടിച്ച് പോയിട്ട് അതിനെ അങ്ങനത്തെ ലൈനുകളെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് കൂട്ടി ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡോളി മിക്സ് വെൽഡിങ്ങാണ് അടിക്കുക കേട്ടോ. ഇപ്പോൾ വളരെയധികം ജോബ് സാധ്യതകൾ കൂടുതലുള്ളൊരു ജോബാണ് ഈ ഡൗണിൽ ഡോളി മിക്സ് വെൽഡിങ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു യങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജോബിൽ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു 75% വെൽഡേഴ്സും ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള വെൽഡേഴ്സാണ് ഇപ്പോൾ ഈ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് വരികയാണെങ്കിൽ 40 വയസ്സിന് താഴെയാണ് അവർക്ക് വെൽഡർമാരെ വേണ്ടു. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെൽഡർമാർക്കും ആ ജോബ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ ജോബ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പക്കാർ പിള്ളേർക്ക് ഈ ജോബ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ ജോബിന് മറ്റു ജോബിനേക്കാളും ഒരുപാട് ജോലി സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരുപാട് ജോബ് സാധ്യതകൾ കൂടുതലുള്ളതാണ്. നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രൊസീജിയർ ഈ വെൽഡിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കൊച്ചി ടു ബാംഗ്ലൂർ, കൊച്ചി ടു കോയമ്പത്തൂർ, കൊച്ചി ടു സേലം, ഇപ്പോൾ കൊച്ചി ടു കൂടംകുളം, അതുപോലെ തന്നെ കൊച്ചി റിഫൈനറിയിൽ നിന്ന് നമ്മുടെ ഷിപ്പിലേക്ക് വരുന്നത്, ഷിപ്പിൽ നിന്ന് തിരിച്ച് റിഫൈനറിലേക്ക് പോകുന്നത് എല്ലാം ഈ ഡൗണിൽ ആൻഡ് ഡോളി മിക്സ് വെൽഡിങ്ങിൻ്റെ മെത്തേഡിലായിരിക്കും. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്നത്, അതായത് ഗ്യാസ് സംബന്ധമായ ഗ്യാസ്, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ ഇത്തരം ട്രാൻസ്ഫറുകളൊക്കെ നടക്കുന്നത് ഈ പൈപ്പ് ലൈനിലൂടെയാണ്. ഡോളി മിക്സ് ഡൗണിൽ വെൽഡിങ്ങിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ഒരു ജോബ് പഠിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ വെൽഡിങ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങൾക്ക് ഈ ജോബ് അടിച്ച് പഠിക്കാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും അടിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഏത് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. അത് 60-10, 70-10, 80-10, 90-10, മിക്കവാറും 0-ൽ അവസാനിക്കുന്ന ഇലക്ട്രോഡായിരിക്കും ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ഇലക്ട്രോഡും ഉണ്ട്.